പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവൽ. ലോകം കേട്ട ഏറ്റവും വലിയ സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറെ അധികം ആവർത്തിച്ചിട്ടുള്ളൊരു വാഗ്ദാനം, ദൈവം നമ്മോട് കൂടെ. 2023 ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ വലിയ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വചനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, സത്യമായ ദൈവത്തെ, ഈശോയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈശോയെ ബന്ധപ്പെട്ട നമ്മുടെ കുഞ്ഞുണ്ണീശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമ്പുരാൻ്റെ വലിയ കൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിന്ന, ദൈവം നിന്നോട് കൂടെ എന്ന വാക്ക് ദൂതനിൽ നിന്ന് കേട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തേടി നമ്മുടെ ഈ ശുശ്രൂഷയുടെ 3-ാമത്തെ ദിവസത്തേക്ക് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മോടുകൂടെ. പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് കേട്ട ഒരു സുവിശേഷ ഭാഗമാണത്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ദൂതൻ വന്ന് പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പഴയ നിയമത്തിലെ വലിയ മഹാരഥന്മാരോട്, പൂർവ്വപിതാക്കന്മാരോട്, പ്രവാചകന്മാരോട്, രാജാക്കന്മാരോടൊക്കെ ദൈവം സംസാരിച്ച വലിയൊരു വാഗ്ദാനമായിരുന്നു, ഒരു ആഹ്വാനമായിരുന്നു. ദൈവം നിങ്ങളോടുകൂടെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ആ വാക്ക് കേട്ടവളാണ് പരിശുദ്ധ അമ്മ. ആ വാക്കിന് ആമേൻ പറഞ്ഞപ്പോൾ, യെസ് പറഞ്ഞപ്പോൾ, ആ വാക്ക് അവളുടെ ഉദരത്തിൽ രൂപം കൊണ്ടു ഈശോ. ആ ഈശോയെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഈ ക്രിസ്തുമസ് കാലത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. കുഞ്ഞുണ്ണീശോയെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും ഒക്കെ പരിശ്രമിക്കാം. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിച്ച് കടന്നു പോകുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മൾ ഇന്നലെ ഇങ്ങനെ ചിന്തിക്കേണ്ടായല്ലോ, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച്. ഈശോയുടെ വളർത്തുപിതാവ്, കുഞ്ഞുണ്ണീശോയെ കൈപിടിച്ച് നടത്തിയ പ്രിയപ്പെട്ട യൗസേപ്പ് പിതാവ്. ആ യൗസേപ്പ് പിതാവിന് പരിശുദ്ധ അമ്മയും ഈശോയും നാട്ടുകാരും നമ്മൾ ഇന്ന് തിരുസഭയും നമ്മളെല്ലാവരും കൊടുക്കുന്ന ആ വലിയൊരു ബഹുമാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്നലെ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ യൗസേപ്പ് പിതാവിനെ കുറിച്ച് വായിച്ചപ്പോൾ 2 പേരെക്കുറിച്ച് പറഞ്ഞല്ലോ. പഴയ നിയമത്തിലെ ജോസഫും പുതിയ നിയമത്തിലുള്ള അരിമത്യാക്കാരൻ ജോസഫും. നമ്മൾ ഈ പഴയ നിയമത്തിലെ ജോസഫിനെ, അതായത് ഈ 12 പേരിൽ ഒരുവനായ യാക്കോബിൻ്റെ പ്രിയപ്പെട്ട മകനായ ജോസഫിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ കാര്യം വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ യൗസേപ്പ് പിതാവിനോട് മാത്രമല്ല, ഈ പഴയ നിയമത്തിലെ ജോസഫിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഈശോയുമായിട്ടും ചില സിമിലാരിറ്റീസ് കാണാം. ഒരിക്കലും ഈശോയെയും യൗസേപ്പിനെയും പൂർവ്വ യൗസേപ്പിനെയും നമ്മൾ കമ്പയർ ചെയ്യല്ല. പക്ഷേ ഇവരുടെ ലൈഫിലുണ്ടായ ചില കാര്യങ്ങൾ, ഈശോയുടെ ലൈഫിൽ ഉണ്ടായ ചില കാര്യങ്ങളും യൗസേപ്പിൻ്റെ ലൈഫിലുണ്ടായ, ജോസഫിൻ്റെ ലൈഫിലുണ്ടായ ചില കാര്യങ്ങളും ഒത്തിരി സിമിലാരിറ്റീസ് കാണാൻ പറ്റും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്നറിയോ? ഈ ജോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ജോസഫിന് അപ്പൻ ഇങ്ങനെ പ്രത്യേകിച്ച് പട്ടുകുപ്പായം, പല നിറങ്ങളിലുള്ള നല്ല ഡ്രസ്സൊക്കെ തയ്പ്പിച്ചു കൊടുത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഈ പിതാവിന് മകനെ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ വായിക്കും. ഒത്തിരി സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് സഹോദരന്മാർക്ക് അസൂയൊക്കെ വന്നതും അവനെ ചതിച്ചതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 35 മുതൽ പ്രത്യേകിച്ച് 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ ജോസഫിൻ്റെ ലൈഫ് വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ ഇതൊക്കെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പിതാവിന് വളരെയധികം ഇഷ്ടപ്പെട്ട മകനായിരുന്നു ആര്? ജോസഫ്, പിതാവിൻ്റെ പ്രിയപുത്രൻ. നിങ്ങൾ നേരെ സുവിശേഷത്തിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോൾ ജോർദാൻ നദിയിൽ നിന്ന് ഈശോ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു സ്വരം കേൾക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. രൂപാന്തരീകരണ മലയിൽ ഇതേ സ്വരം കേൾക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പിതാവിൻ്റെ പ്രിയപുത്രനായിരുന്നു ഈശോ. പഴയ നിയമത്തിൽ പിതാവായ യാക്കോബിൻ്റെ പ്രിയപുത്രനായിരുന്നു ആര്? ജോസഫ്.
വളരെ സുന്ദരമായ ചില എപ്പിസോഡുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി അടുത്തൊരു എപ്പിസോഡ് പ്രധാനമായിട്ടും ജോസഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലൈഫിലെ സംഭവം നമ്മൾ കാണുക. ജോസഫ് പൊട്ടക്കിണറ്റിൽ വീഴുന്നു, അവിടെ നിന്ന് അടിമയായിട്ട് വിൽക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവർ ഈ 12 സഹോദരന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പിന്നീട് വായിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചപ്പോഴും പ്രത്യേകിച്ച് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിലൊക്കെ അല്ലേ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കും. 37-ാമത്തെ അധ്യായത്തിൽ ഇയാളെ ചതിക്കുന്ന സമയത്ത് 12 പേരിൽ ഒരാളായ യൂദ, അതായത് യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളായ യൂദയാണ് ജോസഫിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുക. നിങ്ങളിത് വായിച്ചിട്ടില്ലേ? 38-ാമത്തെ അധ്യായത്തിലും 39-ാമത്തെ അധ്യായത്തിലും ഒക്കെയാണ് ജോസഫിന് ഈ ചതിയൊക്കെ പറ്റുന്നതിനെക്കുറിച്ച്, ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിലെത്തുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുക. അതിൻ്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണ്? പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട ജോസഫിനെ വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് യൂദായാണ്, 12 പേരിൽ ഒരാൾ. നേരെ ഈശോയുടെ ലൈഫിലോട്ട് നമ്മൾ വെട്ടമടിക്കുമ്പോൾ, വെളിച്ചമടിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണും 12 പേരിൽ ഒരുവനായ യൂദാസാണ് ഈശോയെ വിൽക്കുന്നത്, ഒറ്റിക്കൊടുക്കുന്നത്. ഇപ്പം 2 പേരുടെ ലൈഫിൽ ഒരു യൂദായുണ്ട്. 12 പേരിൽ ഒരുവനായ യൂദ ഇങ്ങനെ വിൽക്കാൻ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു നേതൃത്വം ഏറ്റെടുക്കുകയാണ്, ഒരു റോൾ എടുക്കുകയാണ്. ഇനി ശ്രദ്ധിച്ച് വായിച്ചപ്പോഴേട്ടോ ഈശോ 30-ാം വയസ്സിലാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. ലൂക്കാ സുവിശേഷം 3-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ പൊതുപ്രവർത്തനം ഇറങ്ങുന്ന സമയത്ത് ഈശോയ്ക്ക് 30 വയസ്സായിരുന്നു. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം, ഉൽപ്പത്തി 41-46 വായിക്കുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ വായിക്കും, ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. 2 പേരും 30-ാം വയസ്സിലാണ് ഈ ജോലി, ശുശ്രൂഷ, മിനിസ്ട്രി, പബ്ലിക് മിനിസ്ട്രി ഒക്കെ ആരംഭിക്കുന്നത്. ഇത് 3 വലിയ സിമിലാരിറ്റി ഇനി ലാസ്റ്റ് കടക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് ഈശോയുടെ ലൈഫിൽ. അതായത് ഈശോയുടെ മരണസമയത്ത് ഈശോയുടെ കൂടെ 2 കള്ളന്മാരുണ്ട്. അതായത് വിധിക്കപ്പെട്ട 2 പേർ. അതിലൊരാൾ നല്ല കള്ളൻ എന്ന് നമ്മൾ വിളിക്കുന്ന, സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്ന നല്ല കള്ളൻ രക്ഷപ്പെടുന്നു, പർദീസായിലേക്ക്, നിത്യരക്ഷയിലേക്ക് വരുന്നു. ഇതേപോലെ ഒരു എപ്പിസോഡ് നമ്മൾ ജോസഫിൻ്റെ ലൈഫിൽ കാണുന്നുണ്ട്. ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കൂടെ തടവറയിൽ 2 പേരും കൂടെ ഉണ്ട്. ആ 2 പേരിൽ ഒരാൾ രക്ഷപ്പെടുന്നുണ്ട്. ഇത് കണ്ടോ ഇതിൻ്റെ സിമിലാരിറ്റി? ജോസഫിൻ്റെ ആ ഒരു കാരാഗൃഹവാസത്തിൽ 2 പേരുണ്ട്. അതിലൊരാൾ ജോസഫ് ഇടപെട്ട്, ജോസഫ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുകയാണ്. ഈശോയുടെ മരണസമയത്തും 2 കള്ളന്മാർ അപ്പുറം ഉണ്ട്. ഈശോയുടെ ഒരു അനുഗ്രഹത്തോടെ അതിലൊരാൾ നിത്യരക്ഷയിൽ പ്രവേശിക്കുകയാണ്. എന്തിനാണ് ഇന്നിത് പറയുന്നതെന്നറിയോ? നമ്മൾ ഇന്നലെ യൗസേപ്പ് പിതാവും ജോസഫുമായിട്ടുള്ള ബന്ധം ചിന്തിച്ചു. ഇന്നിപ്പോൾ ഈശോയും ജോസഫും തമ്മിലുള്ള ബന്ധം. എന്തിനാണ് ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിന്ന് വളരെ പ്രത്യേകമായിട്ട് ചിന്തിക്കാൻ പോവുക. ഇന്നലെ ഈശോയുടെ പിതാവായ, വളർത്തുപിതാവായ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിച്ചു. ഇന്ന് ഈശോയുടെ പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരേണ്ട ഒരു ചോദ്യമാണ്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ ക്രിസ്മസ് കാലത്ത് ഈ ഒരു ദിവസം ചിന്തിക്കുമ്പോൾ എന്താണ് ജോസഫുമായിട്ട് ബന്ധം? വലിയൊരു ബന്ധം കിടപ്പുണ്ട്. എന്താണെന്നറിയോ? ജോസഫിൻ്റെ അമ്മയെ നമ്മളൊന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ ഈശോയെക്കുറിച്ച് അറിയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആഴങ്ങൾ, വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ പ്രവചനങ്ങളുടെയും എല്ലാ നിഴലുകളുടെയും തെളിച്ചമായ ഈശോയെക്കുറിച്ച് അറിയാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈ പഴയ നിയമത്തിലെ ചില ക്യാരക്ടേഴ്സ്, ചില റോളുകളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ജോസഫിനും ഈശോയ്ക്കും ചില റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ, ചില സിമിലാരിറ്റീസ് ഉണ്ടായെങ്കിൽ, ജോസഫിൻ്റെ അമ്മയ്ക്കും ഈശോയുടെ അമ്മയ്ക്കും ഉണ്ട് ചെറിയ ചില സിമിലാരിറ്റീസ്. നമ്മളത് ഇന്ന് പഠിക്കാൻ പോകണം. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ജോസഫിൻ്റെ അമ്മ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിനെ കുറിച്ച് നമ്മളൊരു വലിയ എഴുത്ത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 29-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 29-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് റാഹേലിനെ കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്. ലെയായാവട്ടെ കണ്ണുകൾ മങ്ങിയവളായിരുന്നു, റാഹേലാവട്ടെ സുന്ദരിയും വടിവത്തോളുമായിരുന്നു. എന്ന് വെച്ചാൽ റാഹേൽ മിടുക്കിയായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു. മാത്രമല്ല ഈ സുന്ദരിയായ റാഹേലിനെയായിരുന്നു യാക്കോബിന് ഭയങ്കര ഇഷ്ടം. ഈ 29-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കാം. യാക്കോബ് റാഹേലിൻ്റെ കൂടെയും ശയിച്ചു. 29-30 നമ്മൾ വായിക്കുന്നത്. അവൻ ലെയയേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു. എന്ന് വെച്ചാൽ 2 ഭാര്യമാരുണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു സ്റ്റോറിയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം 2 ഭാര്യമാരുണ്ട്, ലെയായും ഉണ്ട്, റാഹേലും ഉണ്ട്. എന്നാൽ റാഹേലിനെയാണ് കൂടുതൽ സ്നേഹിച്ചത്. എന്ന് വെച്ചാൽ ഈ മണവാളന് വളരെയധികം ഇഷ്ടപ്പെട്ട ആളായിരുന്നു ആര്? റാഹേൽ, ജോസഫിൻ്റെ അമ്മ. ഇനി റാഹേലിനെ കുറിച്ച് നമ്മൾ മറ്റൊരു കാര്യം കാണുക. 30-ാമത്തെ അധ്യായം അതിൻ്റെ 22-24 വാക്യങ്ങളാണ്. 30-ാമത്തെ അധ്യായം 22-24 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കും,
ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. റാഹേൽ അനുഭവിച്ച വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയോ? ജീവിതകാലം മുഴുവൻ അവൾക്ക് സങ്കടങ്ങളായിരുന്നു. സുന്ദരിയായിരുന്നു, ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഒത്തിരി സങ്കടങ്ങളുള്ള ഒരു ജീവിതമായിരുന്നു. പ്രധാനപ്പെട്ടതായിട്ട് എന്താ? കുഞ്ഞുണ്ടാവുന്നില്ല. അതിൻ്റെ പേരിൽ പലരിൽ നിന്നും സങ്കടങ്ങൾ, കളിയാക്കലുകളൊക്കെ ഏൽക്കേണ്ടി വന്നു റാഹേലിന്. പക്ഷേ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. കുഞ്ഞ് പ്രസവിക്കുന്നു, കുഞ്ഞുണ്ടാകുന്നു. എങ്ങനെ സംഭവിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുക? കർത്താവ് അവളെ ഓർത്തു, ദൈവം അവളെ ഓർത്തു, അവളെ സ്മരിച്ചു, അവൾക്കൊരു കുഞ്ഞുണ്ടായി, അവൾക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടായി. റാഹേലിനെ കുറിച്ച് കാണുന്ന രണ്ടാമത്തെ ഒരു സൂചന പഴയ നിയമത്തിൽ ഇതാണ്. ഇനി മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇച്ചിരി വിഷമം പിടിപ്പിക്കുന്നതാണെങ്കിലും നമ്മളതൊന്ന് വായിക്കേണ്ടതുണ്ട്. വലിയൊരു എപ്പിസോഡാണ്. റാഹേലിന് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുകയാണ്, ബെഞ്ചമിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നിയമാവർത്തന ദിവസം 33 ബെഞ്ചമിനെ കർത്താവ് സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, കർത്താവ് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ 35 ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ കുഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത്, ബെഞ്ചമിനെ പ്രസവിക്കുന്ന സമയത്ത് അതികഠിനമായ സഹനത്തിലൂടെ റാഹേൽ കടന്നുപോയി. മരണവേദന അനുഭവിച്ചു, കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ഇവനൊരു പേരിടുന്നുണ്ട്, ബനോനി. ആ വാക്ക് ശ്രദ്ധിച്ചിരിക്കണം, ബനോനി, എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രൻ. എനിക്ക് ദുഃഖമുണ്ടാക്കിയ പുത്രൻ എന്നൊന്നുമല്ല, ഈ പുത്രൻ ഉണ്ടായത് ഒരു ദുഃഖത്തിൻ്റെ, ഒരു സങ്കടത്തിൻ്റെ റിസൾട്ടായിട്ടാണ്. നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം കേട്ടോ. എന്തിനാണ് ഈ റാഹേലിനെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ നമ്മൾ ഈ ക്രിസ്തുമസ് കാലത്ത് ചിന്തിക്കേണ്ടത്? റാഹേലുമായിട്ട് ക്രിസ്തുമസിന് എന്ത് ബന്ധം? പറഞ്ഞു തരാം, നമുക്ക് പതുക്കെ അതിനെ ധ്യാനിച്ച് പരിശുദ്ധാത്മാവ് നമുക്കത് ബോധ്യം തരും. റാഹേൽ ഈ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് കൊച്ചിന് പേരിടുകയാണ്, രണ്ടാമത്തെ കൊച്ചിന് ബനോനി, എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രൻ. യു ആർ ദ റിസൾട്ട് ഓഫ് മൈ സാഡ്നെസ്. എൻ്റെ ഒരു സങ്കടത്തിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ കുഞ്ഞ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പനവൻ്റെ പേരൊക്കെ മാറ്റുന്നുണ്ട്, ബെഞ്ചമിൻ എന്നുള്ളത്, പ്രതീക്ഷയൊക്കെ തന്നുകൊണ്ട് പേര് മാറ്റുന്നുണ്ട്. പക്ഷേ ഇവൻ മരിക്കുമ്പോൾ ഈ അമ്മ വലിയ വേദനയിലൂടെ കടന്നു പോകണം. വലിയ വേദനയിലൂടെയാണ് ഈ കുഞ്ഞിനെ അവൾ പ്രസവിക്കുന്നത്. റാഹേലിനെ കുറിച്ചുള്ള മൂന്നാമത്തെ സൂചന അതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൂചന, നാലാമത്തെ സൂചന ഇതാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31 അതിൻ്റെ 15 വാക്യം. നമ്മളിത് വായിക്കുമ്പോൾ ഇത് പുതിയ നിയമത്തിൽ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവചനങ്ങളിലൊന്ന് നമ്മൾ അധികം ഫോക്കസ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രവചനം അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു സൂചന കിടപ്പുണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31 അതിൻ്റെ 15 വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം. കേട്ടിട്ടുണ്ട് ഈ വചനം? ഇതാ റാമായിൽ നിന്നൊരു സ്വരം, വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം, റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. ഒരു സൂചനയാണ്. നമുക്കറിയാം റാഹേൽ ആ സമയത്ത് ജീവിച്ചിരിപ്പില്ല. റാഹേലിനെ കുറിച്ച് നമ്മളിപ്പോൾ ഈ മരണത്തിൻ്റെ സമയം, ബെഞ്ചമിനെ പ്രസവിക്കുന്നു, ബനോനിയെ പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്, ബെത്ലഹേമിലേക്കുള്ള വഴിയിലാണ് അവളെ അടക്കുന്നത്. നമ്മളിത് പുതിയ നിയമമായിട്ട് കണക്ട് ചെയ്ത് കിട്ടും. ബെത്ലഹേമിലേക്കുള്ള വഴിയിലാണ് റാഹേലിനെ അടക്കുന്നത്. റാഹേൽ മരിച്ചു, സ്മരണകളിലേക്ക് ഒതുങ്ങി. ഇപ്പം ജെറമ്യ പ്രവാചകനിലെ ഈ പ്രവചനം നടക്കുമ്പോൾ, ഈ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഇസ്രായേൽക്കാർ ബാബിലോൺ അടിമത്തത്തിലാണ്, ബാബിലോൺ പ്രവാസത്തിലാണ്. അപ്പോൾ റാഹേലിനെ അവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്നറിയോ? റാഹേൽ സകല ഇസ്രായേൽക്കാരെയും മക്കളായിട്ട് കരുതി, ഇല്ലെങ്കിൽ സകല ഇസ്രായേൽക്കാരുടെയും അമ്മയായിട്ട് റാഹേലിനെ കാണിക്കുകയാണ്. കാരണം എന്താണ്? ഇസ്രായേൽ, യാക്കോബ്, ഇസ്രായേൽക്കാരുടെ ആ ഒരു ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്ന പൂർവ്വപിതാക്കന്മാരിൽ ഒരാൾ യാക്കോബാണ് ഇസ്രായേലായിട്ട് മാറുന്നത്. യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ അങ്ങനെയെങ്കിൽ എല്ലാ ഇസ്രായേൽക്കാരുടെ അമ്മയാണ്. അവൾ മരിച്ച് ഓർമ്മകളിലേക്ക്, വിസ്മൃതിയിലേക്ക് മറഞ്ഞിട്ടും വിലാപത്തിൽ, വേദനയിൽ, ഈ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽക്കാരെ ഓർത്ത്, യഹൂദ ജനത്തെ ഓർത്ത് അവൾ കരയുകയാണ്. റാമായിൽ ഒരു സ്വരം, റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു. ഈ പ്രവാസത്തിലായിരിക്കുന്ന മക്കളെ ഓർത്ത് റാഹേൽ, ഓർമ്മകളിലുള്ള റാഹേൽ, മരണപ്പെട്ടു പോയ റാഹേൽ കരയാണ്. ഈ 4 സൂചനകളാണ് പ്രധാനമായിട്ട് നമ്മൾ റാഹേലിനെ കുറിച്ച് കാണുന്നത്. ഒന്ന്, തൻ്റെ ജീവിത പങ്കാളിക്ക്, തൻ്റെ മണവാളിന് ഒത്തിരി പ്രിയപ്പെട്ടവളായിരുന്നു, എന്നാൽ അവളുടെ ജീവിതം ഒത്തിരി സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു. കർത്താവ് അവളെ ഓർത്തു, അവൾക്കൊരു കുഞ്ഞുണ്ടായി. 3, രണ്ടാമത്തെ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അവൾ പ്രസവിച്ചത് വലിയ വേദനയോടെയാണ്, മരണവേദനയോടുകൂടിയാണ് അവൾ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. 4-മത്തെ സൂചന, അവൾ മരിച്ചു കഴിഞ്ഞിട്ടും, അവൾ ഓർമ്മകളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞിട്ടും അവൾ ഇപ്പോഴും ഇസ്രായേൽ ജനത്തിന്, വിഷമിക്കുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുമസ് കാലത്ത് ഈ 25 ദിവസങ്ങളിൽ ദൈവം നമ്മോട് കൂടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധ അമ്മ ഈശോയുടെ ജനനത്തിൽ ചെയ്ത വലിയ ശുശ്രൂഷ നമുക്കറിയാം. സഹരക്ഷകയായ പരിശുദ്ധ അമ്മ, ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ. ഈശോ ഈ ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ, വചനം മാംസമായി ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന് യെസ് പറഞ്ഞവളാണ് അമ്മ.
അമ്മ യെസ് പറഞ്ഞത് കൊണ്ടാണ് ഇന്നൊരു ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത്. ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ജീവനുള്ള ദൈവത്തെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തത്, ശരീരം കൊടുത്തത് ഈ പരിശുദ്ധ അമ്മയാണ്. അങ്ങനെയെങ്കിൽ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ദിവസം റാഹേലിനെ നിങ്ങൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ഈ റാഹേലിനെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലേക്ക് അതൊരു വെളിച്ചം ചൂണ്ടുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോവാണ്. റാഹേലിനെ കുറിച്ചുള്ള ആദ്യത്തെ സൂചന, അവൾ തൻ്റെ മണവാളൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നു. ഒത്തിരി സങ്കടം നിറഞ്ഞൊരു ജീവിതം അവൾക്കുണ്ടായിരുന്നു. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ വലിയൊരു സത്യം, വലിയൊരു വിശ്വാസം നമ്മളിങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട്. പ്രിയ മണവാട്ടി, ദൈവത്തിൻ്റെ പ്രിയ മണവാട്ടി, ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടവൾ. ദൂതൻ വന്നിട്ട് മാതാവിനോട് പറയുന്നില്ലേ, കർത്താവിന് നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ദൈവകൃപ നിറഞ്ഞവളാണ് നീ, ദൈവം നിന്നിൽ പ്രീതി തോന്നിയിരിക്കുന്നു, കർത്താവിന് നിന്നോട് ഇഷ്ടം തോന്നിയിരിക്കുന്നു. പഴയ നിയമത്തിലെ റാഹേലിൽ മണവാളന് ഇഷ്ടം തോന്നിയതുപോലെ യഥാർത്ഥ മണവാളനായ ജീവൻ നൽകുന്ന ദൈവത്തിന് ഈ പ്രിയപ്പെട്ട മറിയത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടും അവളുടെ ജീവിതം റാഹേലിനെ പോലെ തന്നെ ഒത്തിരി സങ്കടങ്ങൾ നിറഞ്ഞായിരുന്നു. മംഗളവാർത്തയിൽ ഈശോ ജനിക്കുമെന്നുള്ളൊരു വാർത്ത സന്തോഷത്തിൻ്റെതാണ്, അല്പം ചോദ്യങ്ങൾക്കൊക്കെ ശേഷം. പക്ഷെ പിന്നീട് അങ്ങോട്ട് മുഴുവൻ വ്യാകുലങ്ങൾ നിറഞ്ഞൊരു ജീവിതമാണ് നമ്മൾ പരിശുദ്ധ അമ്മയിൽ കാണുന്നത്. റാഹേലിനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ റാഹേലിൻ്റെ വിഷമം മാറുന്നത് എങ്ങനെയാണ്? റാഹേലിനെ കർത്താവ് ഓർത്തു, അവൾക്കൊരു കുഞ്ഞുണ്ടായി. പുതിയ നിയമത്തിൽ നമ്മൾ ഓർത്തേ, ഈ അത്രയധികം യഹൂദ സ്ത്രീകൾ, കന്യകമാർ, യുവതികൾ ഉണ്ടായിരുന്നിട്ടും കാലങ്ങളോളം ദൈവം കാത്തിരുന്നു. ഒരാളെ ഓർത്തു, മറിയത്തെ ഓർത്തു. ദൈവം അവളെ ഓർത്തു, മാലാഖയെ അയച്ചു, ചില കാര്യങ്ങൾ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ ആവസിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ പരിശുദ്ധനെന്ന് സ്വർഗവും ഭൂമിയും വാഴ്ത്തിപ്പാടി ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവൽ. ദൈവം ഓർത്തു, അവൾക്കൊരു കുഞ്ഞുണ്ടായി. റാഹേലിനെ കുറിച്ച് നമ്മൾ കണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൂചനയാണ്, രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ മരണം സംഭവിക്കുന്നു, മരണവേദന അനുഭവിക്കുന്നു. ഇതെങ്ങനെയാണ് പരിശുദ്ധ അമ്മയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? വളരെ സുന്ദരമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെ സഹായിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം, ഈശോയുടെ മരണസമയം, ക്രിസ്തുമസ് കാലത്ത് ഈശോയുടെ മരണസമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണെന്നറിയോ? പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 19-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ മരണത്തിൻ്റെ ആ കിടക്കയിൽ, കുരിശാകുന്ന മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്ന 7 കാര്യങ്ങൾ. ഒന്നുണ്ട്, യോഹന്നാനെ നോക്കി പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. പരിശുദ്ധ അമ്മയെ നോക്കി പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മകൻ. ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ, ശ്രദ്ധിച്ചത് മനസ്സിലാക്കുമ്പോൾ, ഒന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ കുരിശിൽ കിടന്ന്, ഇല്ലെങ്കിൽ ആ കുരിശിൻ ചുവട്ടിൽ മറിയത്തിന് ഒരു കുഞ്ഞുണ്ടാവുകയാണ്. അത്രയും കാലം ഈശോ മാത്രമേ ഉള്ളൂ, ഏകജാതൻ. ഇവിടെ ഇത് ആത്മീയമായിട്ടൊരു കുഞ്ഞിന് പരിശുദ്ധ അമ്മ അവിടെ ജന്മം കൊടുക്കുകയാണ്. ഈശോ പറയാണ് യോഹന്നാനെ നോക്കി, ഇതാണ് നിൻ്റെ മകൻ. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് പുതിയൊരു മകൻ ഉണ്ടാകുകയാണ്, ആത്മീയ അർത്ഥത്തിൽ പുതിയൊരു മകൻ ഉണ്ടാവുകയാണ്. ആ യോഹന്നാൻ തീർച്ചയായിട്ടും നമ്മളെയും സഭ മുഴുവനെയും ലോകം മുഴുവനെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ അമ്മയുടെ കയ്യിലോട്ട് മകനെ ഏൽപ്പിക്കുമ്പോൾ അമ്മയ്ക്കൊരു പുതിയ മകനെ കിട്ടുകയാണ്. ശ്രദ്ധിച്ചൊന്ന് ചിന്തിച്ചേ, രണ്ടാമത്തെ കുഞ്ഞിനെ ജനിക്കുന്ന സമയത്ത് റാഹേല് മരണവേദന അനുഭവിക്കുകയാണ്. ഈശോ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങളൊക്കെ താൻ അനുഭവിക്കുന്ന പീഡാസഹനത്തെ ഈശോ പ്രസവ വേദനയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. യോഹന്നാൻ 16, 21, 22 താൻ അനുഭവിക്കുന്ന വേദനകൾ, താൻ അനുഭവിക്കുന്ന പീഡാസഹനങ്ങൾ ഈശോ പ്രസവ വേദനയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രസവ വേദന, കുരിശുമരണത്തിൻ്റെ സമയത്ത് അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു കുഞ്ഞ് പിറക്കാണ്. ആര്? യോഹന്നാൻ. റാഹേലിന് പ്രസവവേദന, മരണവേദന, കുഞ്ഞുണ്ടാകുന്നു, എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രൻ. പരിശുദ്ധ അമ്മ കുരിശിൻ ചോട്ട് കിടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകുലം, ഏറ്റവും വലിയ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശിമയോൻ പണ്ട് കുഞ്ഞായിരുന്ന ഈശോയെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കും. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു അമ്പുകൾ, മൂർച്ചകൾ പരിശുദ്ധ അമ്മ പലതവണയായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ കുരിശിൽ കടന്നുകൊണ്ട് തൻ്റെ മകൻ പ്രാണൻ വെടിയുന്ന സമയത്ത് ആ വാൾ ആഴത്തിൽ, മരണവേദനയ്ക്ക് തുല്യമായ വേദനയിൽ മറിയത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ആ മരണവേദനയുടെ, ആ പ്രസവ വേദനയുടെ റിസൾട്ടാണ് എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രൻ യോഹന്നാൻ. രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുകയാണ്. അമ്മ മരിക്കുന്നില്ല. അമ്മ ശരിക്കും പറഞ്ഞാൽ മകൻ്റെ മരണം കാണുന്ന അമ്മ ഒരുപക്ഷെ ഒരു മരണത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകും. അവൾ ശരിക്കും മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവൾ പുതിയൊരു അമ്മയായി തീർന്നുകൊണ്ടാണ്. ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ്. ഇനി ഈശോ അമ്മ എന്ന് വിളിച്ച ഒരാൾ, ആ ഒരാൾ ഇനി ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ട് അറിയപ്പെടും, സർവ്വജനപദങ്ങളുടെ നാഥ. അതിന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് കിട്ടുന്ന എവിടെയാണെന്നറിയോ? ജെറമ്യാ 31:15 നമ്മളിങ്ങനെ വായിച്ചല്ലോ, റാമായിലൊരു സ്വരം, റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ഒരുപക്ഷെ പാപത്തിൻ്റെ പുഴുക്കുത്തുകളിൽ വീണുപോയവർ, സങ്കടത്തിൽ തകർന്നു പോയവർ, വേദനകളിൽ തളർന്നു പോയവർ, ജീവിതം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പ്രവാസകാലത്ത് ഒരു വിലാപത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഒരു അടിമത്തത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും ഓർക്കണേ,
ഒക്ടോബർ മാസത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചതാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കൊരമ്മയുണ്ട്. ഈശോ അമ്മ എന്ന് വിളിച്ച ആ അമ്മ ഇപ്പം നമ്മുടെ അമ്മയാണ്. ക്രിസ്തുമസിന് ഈശോ നമുക്ക് തരുന്നത് കേക്കും മുട്ടായും ഒന്നുമല്ല. ഈശോ നമുക്ക് തന്നത് ഈശോയുടെ ജനനത്തോടെ നമുക്കും ഒരമ്മയെ കിട്ടി. ഈ അമ്മ ജനിക്കുന്നതും ഒരു കുഞ്ഞിൻ്റെ പ്രസവത്തോടു കൂടിയാണല്ലോ. അതുവരെ അവളൊരു സാധാരണ കന്യക, ഒരു സാധാരണ സ്ത്രീ. ഒരു കുഞ്ഞിൻ്റെ ജനനത്തോടെയാണ് ഒരമ്മയുടെ പ്രസവം. അമ്മ ജനിക്കുന്ന അവിടെയാണ്. അമ്മ അവിടെ ജനിച്ചു. പുൽത്തൊഴുത്തിൽ ഈശോ മാത്രമല്ല ജനിക്കുന്നത്, നമുക്ക് വേണ്ടി ഒരു അമ്മയും കൂടെ ജനിക്കുകയാണ്. ആ അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ വീണ്ടും ലഭിക്കുന്നത് ഈ കുരിശാരോഹണത്തിൻ്റെ സമയത്താണ്. യോഹന്നാൻ നമ്മുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. യോഹന്നാൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ്. ഈ അമ്മയെ ഈശോ അമ്മ എന്ന് വിളിച്ച ആ അമ്മയെ നമ്മളും അമ്മ എന്ന് വിളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ചിന്ത ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ റാഹേലിനെ അടക്കിയത് ബത്ലഹേമിലേക്കുള്ള വഴിയിലാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വഴിയിലാണ് പിന്നീട് പ്രശ്നങ്ങൾ സംഭവിക്കുക. ഈശോയുടെ ജനനത്തോട് അനുബന്ധിച്ച് 3 ജ്ഞാനികൾ കാണാൻ വരുന്ന സമയത്ത് അവർ തന്നെ പറ്റിച്ചോ എന്നുള്ള ചിന്തയിൽ ഹെറോദേസ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാം. ബത്ലഹേമിനും ചുറ്റു പരിസരങ്ങളിലുമുള്ള 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയാനാണ് ഹെറോദേസ് പറയുന്നത്. ഈശോ രക്ഷപ്പെടുന്നുണ്ട്. യോസേപ്പ് പിതാവ് ഇടപെട്ട് കുഞ്ഞിനെ അമ്മേനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ഒത്തിരി കുഞ്ഞുങ്ങൾ, ദ ഹോളി ഇന്നസെൻസ്, ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായ ആദ്യത്തെ കുഞ്ഞുവാവകൾ, അവർ തീർച്ചയായിട്ടും അന്ന് രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ബത്ലഹേമിനും ചുറ്റുപരിസരങ്ങളിലും. റാമായിൽ ഒരു സ്വരം. റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു. റാഹേലിൻ്റെ ശവകുടീരം ബത്ലഹേമിലേക്കുള്ള വഴിയിലാണ്. അവിടെയാണ് ഈ വേദന അവൾ കേൾക്കുന്നത്. അവൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നു എന്ന് പറയുമ്പോൾ റാഹേലല്ല കരയുന്നത്, പകരം പരിശുദ്ധ അമ്മ കരയാണ്. ആ അമ്മ അന്ന് ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്, സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്നുള്ള വേദനയിൽ. ഇന്ന് അമ്മ നമ്മളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവും. ഈശോ ജനിച്ചു, ഈശോ ജീവിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു. ഇന്നും നമുക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു. നമ്മളിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പരിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രയോ വിശുദ്ധ കുർബാനയിൽ ഈശോ ജീവനോടെ വന്നിട്ടും ആ ഈശോയെ നമ്മൾ സ്വീകരിക്കാതെ പോകുമ്പോൾ ഈ അമ്മ റാമായിലല്ല, ലോകം മുഴുവനും കടന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. റാമായിൽ ഒരു സ്വരം. റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു. നമുക്ക് പ്രത്യാശ നൽകേണ്ട ഒരു വചനമുണ്ട്. ജെറമ്യാ 31:16 ദൈവം അവൾക്കൊരു ആശ്വാസം കൊടുക്കുന്നുണ്ട്. നിൻ്റെ ദുരിതങ്ങളെല്ലാം മാറും, നിൻ്റെ കണ്ണുനീരെല്ലാം മാറും, ദൈവം നിനക്ക് ആശ്വാസം തരും, നിൻ്റെ മക്കളെല്ലാം തിരിച്ചു വരും എന്ന് മരിച്ചുപോയ റാഹേലിന്, ഓർമ്മയിലേക്ക് ഒതുങ്ങിപ്പോയ റാഹേലിന് ദൈവം ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധ അമ്മ നമുക്കുള്ള ഏറ്റവും വലിയ മധ്യസ്ഥരിലൊന്നായ പരിശുദ്ധ അമ്മ ഈശോ ഏകമധ്യസ്ഥനായിട്ട് നിൽക്കുമ്പോഴും ആ ഈശോയോട് നമ്മളെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും സുശക്തമായ മധ്യസ്ഥം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അമ്മയ്ക്ക് ഈശോ കൊടുത്ത ആശ്വാസം എന്താണെന്നറിയോ? നമ്മളത് ഏറ്റെടുക്കണം, നമ്മളത് വിശ്വസിക്കണം. അമ്മ ആർക്ക് വേണ്ടിയൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചോ അവരെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തും. അവർക്കെല്ലാം ഈശോ ഉത്തരം കൊടുക്കും. നമുക്ക് ആ ഒരു വലിയ പ്രാർത്ഥനയോടെ ഇന്നത്തെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മോട് കൂടെ. 3-ാമത്തെ ദിവസമാണ്. നമുക്കിന്ന് ചെയ്യാനുള്ള ഒരു വലിയ ടാസ്ക്. ഈ ദിവസങ്ങളിൽ നമ്മൾ സുവിശേഷ ഭാഗങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. ലൂക്ക 1:2, മത്തായി 1:2, യോഹന്നാൻ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. ഈ 3-ാം ദിവസം നമുക്ക് ചെയ്യാനുള്ള വലിയൊരു ആത്മീയ ശുശ്രൂഷ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റാമായിൽ മുഴങ്ങിക്കേട്ട പോലെ സ്വരം, ബത്ലഹേമിൻ്റെ തെരുവുകളിൽ മുഴങ്ങിക്കേട്ട പോലെ സ്വരം ഇന്ന് പലയിടങ്ങളിലും ഉദരങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഹെറോദീസിനേക്കാൾ ക്രൂരതയാർന്ന മനുഷ്യർ കാരണം അബോർട്ടഡായിട്ട് പോകുന്നുണ്ട്. ഇന്ന് ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ ദിവസത്ത് അബോർഷൻ മൂലം നഷ്ടപ്പെട്ടു പോയ എല്ലാ കുഞ്ഞുങ്ങൾ, അബോർട്ട് ചെയ്യപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾ, ഉദരത്തിൽ വെച്ച് മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് കൊല ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ആക്സിഡൻ്റലി അബോർട്ടഡായിപ്പോയ കുഞ്ഞുങ്ങളായിരിക്കാം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ദിവസം ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തിരി ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മരണം മൂലം വാങ്ങിപ്പോയവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കിന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയ, അതറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു പോയവർ, നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം ഈ ദിവസം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വ ജനപദങ്ങളുടെയും നാഥയായ അമ്മ, ദൈവം നമ്മോട് കൂടെയെന്ന് നമുക്ക് കാണിച്ചു തന്ന പരിശുദ്ധ അമ്മ ഈ ക്രിസ്തുമസ് കാലത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈശോയെ നമുക്ക് അടുത്തറിയാം, അവനെ സ്നേഹിക്കാം, അവനെ പോലെ ആയിത്തീരാൻ വേണ്ടി പരിശ്രമിക്കാം. ഏറ്റവും സ്നേഹത്തോടെ ഈശോയെ കാണാൻ വേണ്ടി ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
തിരുവോസ്തിയായ എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം, ആകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ യേശു. തിരുവോസ്തിയായ എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം, ആകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ യേശു. ഇത്ര ചെറുതാവാനെത്ര വളരണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഇത്ര ചെറുതാവാനെത്ര വളരണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. ഒരിക്കൽ കൂടി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഓ ഈശോയെ, കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് ആരാധന. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ട് ആരാധന നാഥ, ആരാധന. ഈശോ ആരാധന നാഥ, ആരാധന. ചേർന്ന് പാടിക്കേ. ആരാധന നാഥ, ആരാധന. ആരാധന നാഥ, ആരാധന. ആരാധന നാഥ, ആരാധന. ആരാധന നാഥ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹൃദയം തുറന്ന് സ്തുതിച്ചേ. ഹൃദയം തുറന്ന് സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന. ഇത്ര ചെറുതാവാൻ എത്ര വളരണം, ഈശോയെ ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഒരിക്കൽ കൂടി അങ്ങേ കണ്ട് ആരാധിക്കാൻ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് അവസരമൊരുക്കിയതിന് അവർണ്ണനീയമായ ഈ ദാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഈ തിരിച്ചറിവിൻ്റെ 25 ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവാണ്. ഈ പുതിയൊരു ദിവസം ഞങ്ങൾ കേട്ട എല്ലാ വചനങ്ങളെയും ഓർത്ത് ഈശോയെ നന്ദി പറയാണ്. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ സമയങ്ങളിൽ. അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലിരുന്ന് ഞങ്ങൾ ആ വാക്കുകളൊക്കെ കേൾക്കുകയായിരുന്നു. ഈശോയെ ഇപ്പോൾ ആ അമ്മയോട് ചേർന്ന് അങ്ങേ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്.
പ്രത്യേകമായിട്ട് ഈശോ ഇന്ന് ഈ ആരാധനയിൽ ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അബോർട്ടഡായി പോയ ആക്സിഡൻറ്റിലൂടെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ മരണത്തിലേക്ക് പോയിട്ടുള്ള, ഉദരത്തിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം ഇന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിൽ ഈശോയെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അൾത്താരയിൽ നമ്മൾ കേട്ട എല്ലാ വചനവും നമ്മുടെ ഉള്ളിലേക്ക് 30 അല്ല 60 അല്ല 100 ഫലം ചൂടണം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ട വചനങ്ങൾ, ഈ ദിവസങ്ങളിൽ ഇനി കേൾക്കാനിരിക്കുന്ന വചനങ്ങളെല്ലാം 100 ഫലം ചൂടണം. അതിന് ഏറ്റവും വലിയ സഹായം, ഏറ്റവും വലിയ പ്രാർത്ഥനാ ശക്തി പരിശുദ്ധ അമ്മയാണ്. വചനം മാംസമായി ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ആ വചനത്തെ ഉദരത്തിൽ, ജീവിതത്തിൽ, ശരീരത്തിൽ ഏറ്റെടുത്തവളാണ്, സ്വീകരിച്ചവളാണ്. ആ ഈശോയെക്കുറിച്ച് കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. നമ്മളിന്ന് ഈ തിരുസാന്നിധ്യത്തിൽ ഇരുന്ന് ഈശോ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിന്ന് അബോർട്ടഡായി പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം തന്നെ നമുക്ക് ഉദരത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ സമയം പ്രാർത്ഥിക്കാം. ആരെങ്കിലുമൊക്കെ ഈ ശുശ്രൂഷയിൽ ഉദരത്തിലെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം, ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം അനുഭവിച്ചറിയണം. എലിസബത്ത് അമ്മ ഈ ക്രിസ്മസ് കാലത്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എലിസബത്ത് അമ്മ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ ഇങ്ങനെ വാഴ്ത്തിപ്പാടി, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഈ സമയം ആരാധനയുടെ സമയത്ത് ഉദരത്തിലെ കുഞ്ഞുങ്ങളുള്ള എല്ലാ സഹോദരിമാരും ഈ സമയം പ്രാർത്ഥിക്കണം, എൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. ഈശോ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ രൂപപ്പെട്ടതുപോലെ, യോഹന്നാൻ എലിസബത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞായിട്ട് നിങ്ങളുടെ ഉദരത്തിലെ ആ കുഞ്ഞ് മാറട്ടെ. എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സ് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, നിന്റെ ഉദരബലം അനുഗ്രഹീതം. അങ്ങനെ ആയിത്തീരും. പരിശുദ്ധ അമ്മയെ കണ്ട് എലിസബത്ത് പറഞ്ഞ പോലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് വെച്ചാൽ നിന്റെ ഉള്ളിൽ രൂപം കൊണ്ട് ആ കുഞ്ഞിനെ ഈശോയുടെ സാന്നിധ്യമായിട്ട് നാളെ സഭയും ലോകവും ഒക്കെ കാണട്ടെ. ഈശോയെ പോലൊരു കുഞ്ഞ്, സ്നാപയോഹനാനെ പോലൊരു കുഞ്ഞിനെ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ഈ സമയം നമുക്കത് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഈശോയിലേക്ക് ഒന്ന് എട്ടിപ്പിടിക്കുക. നമ്മൾ ഈ സമയം ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു പോയ, മരണപ്പെട്ടു പോയ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതേസമയം തന്നെ ഈ സമയം ഗർഭവതികളായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് വൈദ്യശാസ്ത്രം വിധികൽപ്പിച്ച എല്ലാ ദമ്പതികളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, ഉദരഫലം അനുഗ്രഹീതമാണ്. ഈ ക്രിസ്തുമസ് കാലത്ത് ലോകം സ്നേഹത്തോടെ ആഘോഷിക്കുന്ന ഈ കുഞ്ഞുണ്ണിയുടെ ജന്മദിനം ഞങ്ങൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഉദരഫലം അനുഗ്രഹീതമാവട്ടെ. ഈശോയെ, ഉദരങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, എല്ലാ മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്ന എല്ലാ രോഗാവസ്ഥകളെ എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഉദരത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹം ഈശോയെ ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 1:25 വചനത്തിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് ഇങ്ങനെ ഉദ്ഘോഷിച്ചു, ഈ നാട്ടിൽ എനിക്കുണ്ടായിരുന്ന സങ്കടം, നാണക്കേട് മാറ്റാൻ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ച് ഇതെനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. കർത്താവേ, ഈ വചനത്തിന്റെ അഭിഷേകം എല്ലാ ദമ്പതികളിലേക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളിലേക്ക് കർത്താവെ സന്താന സൗഭാഗ്യം നൽകണമേ. ഉദരബലം അനുഗ്രഹീതമായി തീരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വലിയ കൃപയും അനുഗ്രഹവും കുടുംബജീവിതത്തിലേക്ക്, ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് അങ്ങ് നിറയ്ക്കണമേ. ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ഉദരങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവെ. എല്ലാ രോഗപീഠങ്ങളെ, ഡിഫക്ട്സിനെ എല്ലാം എടുത്തു മാറ്റണം ഈശോയെ. ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ, മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ, ആക്സിഡന്റിലൂടെ, അശ്രദ്ധയിലൂടെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ ഈശോയെ ആ സ്വർഗത്തിൽ നിന്ന് അവരുടെ സഹായം ഞങ്ങൾക്ക് ഈ സമയം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. വ്യാകുലവാളാൽ മുറിയപ്പെടുമ്പോഴും അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. എല്ലാം ഹൃദയത്തിൽ സഹിച്ചവൾ. നമുക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളെ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലെ, ദാമ്പത്യ ബന്ധങ്ങളിലെ വേദനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. എല്ലാം ഹൃദയത്തിൽ
പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ലോകത്തിൻ രക്ഷയ്ക്കായി ഈശോ ജനിക്കാൻ സഹനത്തിൻ പാതയിൽ ചരിച്ചവൾ നീ. അമ്മേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിൻ രക്ഷയ്ക്കായി ഈശോ ജനിക്കാൻ ഈശോയെ സഹനത്തിൻ പാതയിൽ ചരിച്ചവൾ നീ. ഈശോയെ, ഞങ്ങളുടെ അമ്മയിലൂടെ ഞങ്ങളെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളെല്ലാം കേൾക്കണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ വലിയ കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ നിറയട്ടെ. കർത്താവേ, ക്രിസ്തുമസിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ തിരുജനനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അടുത്ത വർഷം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളെ, ആ സങ്കടങ്ങളെല്ലാം അങ്ങ് എടുത്തു മാറ്റണമേ. ഉത്തരഫലം അനുഗ്രഹീതമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലേക്ക് എല്ലാം കൊടുക്കുക. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് എല്ലാം കൊടുക്കുക. ഈശോയുടെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹനത്തിൻ കൂട്ടായി വരണമേ. അമ്മയുടെ വലിയ മധ്യസ്ഥം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക് തരണമേ. കാൽവരി ക്രൂശിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് സ്നേഹം തരണമേ. ഈശോയെ നോക്കാൻ സഹനത്തിൻ കൂട്ടായി വരണമേ. ഹൃദയം തുറന്ന് ഈരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഈശോയുടെ അമ്മേ, ഈശോയുടെ അമ്മേ, കൂട്ടായി വരണേ നീ. സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. കാലിത്തൊഴുത്തിൽ ഈശോയെ കണ്ടത് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളാണ്. കാൽവരി കുരിശിൽ ഈശോയെ കണ്ടത് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളാണ്. നമ്മുടെ ജീവിതത്തിലെ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ, ഒരു കുഞ്ഞു ആവയെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്ന ഒരു സന്തോഷം. കുരിശിൽ കടന്ന് ഒരാൾ പ്രാണൻ പടയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു സങ്കടം. സന്തോഷത്തിന്റെ സമയത്തും സങ്കടത്തിന്റെ സമയത്തും നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി സ്വർഗം നമുക്ക് തന്ന വലിയൊരു സമ്മാനം, ഈശോ നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ് ഈശോയുടെ അമ്മ. ഈ ക്രിസ്തുമസ് കാലത്ത് ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയണം. ഞങ്ങൾക്കൊരമ്മയെ തന്നല്ലോ. നമ്മൾ ഇന്നലെ യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥം തേടി ആരാധനയിൽ പ്രാർത്ഥിച്ചു നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ ഈ ആരാധനയിൽ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കൊടുക്കുകയാണ്. അമ്മേ, പ്രത്യേകിച്ച് സഹനങ്ങളിലൂടെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ സന്തോഷമില്ലാത്ത അവസ്ഥകളെ, ഞങ്ങളുടെ കാലിത്തൊഴുത്ത അവസ്ഥകളെ, ഞങ്ങളുടെ ഇരുട്ടിന്റെ അവസ്ഥകളെ അമ്മേ, ഈശോയുടെ അടുത്തേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കണമേ. മംഗളവാർത്ത കേട്ട അമ്മ, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് കേട്ട അമ്മ, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് വിശ്വസിച്ച അമ്മ, ദൂതന്റെ വാക്കിന് ആമേൻ പറഞ്ഞ അമ്മ, നിന്റെ ഇഷ്ടം നടക്കട്ടെ, ഞാൻ നിന്റെ ദാസിയാണ് എന്ന് പറഞ്ഞ ദൈവസ്വരത്തിന് ആമേൻ പറഞ്ഞ അമ്മ, ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ തിരുനാളവുമായി വലിയ വെളിച്ചവുമായി നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ. ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിൽ പുറകോട്ട് പോവുകയാണെങ്കിൽ അമ്മയെ നോക്കാൻ. മംഗളവാർത്ത ഒഴികെ ബാക്കി എല്ലാ വാർത്തകളും മോശമായിരുന്നിട്ടും, കേട്ടതെല്ലാം സങ്കടപ്പെടുന്നതായിരുന്നിട്ടും അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാൽവരിയുടെ പാതകൾ മകനോടൊപ്പം അവൾ നടന്നു. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ കൂടെ നടന്ന പരിശുദ്ധ അമ്മ, എല്ലാ വ്യാകുലങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗം തന്ന, ഈശോ തന്ന അമ്മ. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ രണ്ടാമതൊരു കുഞ്ഞ് പിറക്കുന്നതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. റാഹേലിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുകയാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ മരണവേദനയാൽ അവൾ വെപ്രാളപ്പെടുകയാണ്. ആ കുഞ്ഞിന് അവൾ ഒരു പേര് നൽകി, ബനോനി, എൻ്റെ ദുഃഖത്തിന്റെ പുത്രൻ. ഇതാ കാൽവരിക്കുരിശിൽ മറ്റൊരു ജന്മം നടക്കുകയാണ്. ഒരു പുതിയ കുഞ്ഞ് ജനിക്കുന്നു. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. ഒരു പുതിയ കുഞ്ഞ് അവിടെ ജനിക്കുകയാണ്. യോഹന്നാൻ നമ്മുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്, നമ്മൾ യോഹന്നാന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. എനിക്കൊരു അമ്മയെ കിട്ടുകയാണ് കുരിശിൻ ചോട്ടിൽ വെച്ച്. ഏറ്റവും വ്യാകുലത്തിന്റെ വേളയിൽ ഹൃദയത്തിലൂടെ വാള് കടന്നു പോകുന്ന മരണവേദനയിൽ പ്രസവവേദന എന്ന് ഈശോ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ സൂചിപ്പിച്ച ആ മരണവേദന അനുഭവിക്കുന്ന സമയത്ത് സ്വർഗം നമുക്കൊരു അമ്മയെ തന്നു. അമ്മയുടെ മക്കളായി ഈശോ നമ്മളെ ഏറ്റെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന എല്ലാ വ്യാകുലങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് കൊടുക്കുക. അമ്മ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ കണ്ണുനീരിന് അത്ര വലിയ വില ഈശോ കൊടുക്കുന്നുണ്ട്. കാരണം കുഞ്ഞുണ്ണിയെ കയ്യിലെടുത്ത അമ്മ, നടക്കാൻ പഠിപ്പിച്ച അമ്മ, അരമായ ഭാഷയിൽ പ്രാർത്ഥനകൾ പഠിപ്പിച്ച അമ്മ, ആ കുഞ്ഞിനെ അന്വേഷിച്ച് നടന്ന അമ്മ, 12-ാം വയസ്സിൽ കണ്ടെത്തുമ്പോൾ സ്നേഹത്തോടെയും ആകുലതയോടെയും ആ കുഞ്ഞിനെ നോക്കിയ അമ്മ, ആ കുഞ്ഞിനെ 30-ാം വയസ്സ് വരെ വളർന്നു വലുതാകുന്നത് കണ്ട അമ്മ, 3 വർഷത്തോളം അവനെ അന്വേഷിച്ച കണ്ണുകൾ, 33-ാം വയസ്സിൽ ആ മകനെ അന്വേഷിച്ച് പ്രത്തോറയത്തിന്റെ വാതിലുകളിലെത്തിയ അമ്മ, കാൽവരിയുടെ പാതകളിൽ ആ മകനെ കണ്ട അമ്മ, മകന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ ശരീരം കയ്യിലെടുത്ത് മടിയിലെടുത്ത് കണ്ണു തുറന്ന് കണ്ട അമ്മ. ഈശോയെ ഇത്രമാത്രം കണ്ട വേറൊരു വ്യക്തി ഈ ലോകത്തിലില്ല. അമ്മയോട് നമുക്ക് ഈ സമയം, ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അമ്മേ. ഞങ്ങളുടെ വേദനകളിലും ഈശോയെ കാണാൻ, ഞങ്ങളുടെ കാലിത്തൊഴുത്തുകളിൽ, ഞങ്ങളുടെ ഇല്ലായ്മകളിൽ, ഞങ്ങളുടെ അടിമത്തങ്ങളിൽ, ഞങ്ങളുടെ രോഗങ്ങളിൽ ഈശോയെ നോക്കാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഈ നെഞ്ചും കൂടിനിടയിൽ പിടയുന്നൊരു ഹൃദയത്തിൽ ആ മിടിപ്പ് കൂട്ടുന്ന ഒരുപാട് വേദനകൾ, വ്യാകുലങ്ങൾ ഉണ്ടാകും. ഇതുപോലെ വേദന സഹിച്ച ഒരു അമ്മയെ ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. 7 വ്യാകുലങ്ങളിലൂടെ അവൾ കടന്നുപോയത് അവളുടെ രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ടാണ്. ഈശോയിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേക്കുക. കണ്ണു തുറന്ന് ഈശോയെ കാണുക. നിങ്ങൾ ഈശോയെ കാണുന്നതിന് മുമ്പേ ആ ഈശോയെ കണ്ട ഒരു അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഈശോയെ സന്തോഷത്തോടെ കണ്ടിട്ടുണ്ട്, വേദനയോടെ കണ്ടിട്ടുണ്ട്, രക്തക്കണ്ണീരൊഴുക്കി കണ്ടിട്ടുണ്ട്, സന്തോഷത്തിന്റെ അശ്രുക്കൾ ഒഴുക്കി ആ അമ്മ ഈശോയെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വേദനകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുക്ക്. ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്ക്. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്റെ അമ്മ ചിന്തിയ ആ രക്തക്കണ്ണീരെല്ലാം ഓർത്ത് ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകൾ, എൻ്റെ വേദനകൾ, എൻ്റെ ആകുലതകളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാത്തിനും ഈശോയുടെ അടുത്ത് ഉത്തരവുണ്ട്. ഈശോയുടെ അടുത്ത് നമുക്കുള്ള ഏറ്റവും വലിയ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. ഈ ആരാധനയുടെ സമയത്ത് അമ്മ നമ്മുടെ കൂടെയുണ്ട്. ആ അമ്മയോട് ചേർന്ന് നമ്മുടെ വേദനകൾ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. രക്തക്കണ്ണീർ ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ വരികൾ നമുക്കറിയാം. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്റെ അമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എൻ്റെ യാചന കേൾക്കണമേ. നിങ്ങളുടെ വലതുകരം ഈശോയിലേക്ക് നെട്ടിപ്പിടിക്കാം. ഇടതുകരം ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഈ നെഞ്ചിൽ ഈ കൈത്താളം മുറുകുന്ന പോലെ നെഞ്ചിൻ്റെ താളം മാറുന്നുണ്ട്, മിടിപ്പുകൾ കൂടുന്നുണ്ട്. നാഡീമിടിപ്പുകളുടെ താളം മാറ്റിയ വേദനകൾ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്, ശ്വാസം മുട്ടിക്കുന്നുണ്ട്. പക്ഷെ നീട്ടിപ്പിടിച്ച കരം ആരുടെ നേരെയാ? ഈശോയുടെ നേരെയാണ്. നിനക്ക് ശ്വാസം തന്ന, നിന്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളും മാറ്റങ്ങളും അറിയാവുന്ന, നിന്റെ കണ്ണിൻ്റെ ചലനങ്ങൾ, നിന്റെ ചിന്തയുടെ മാറ്റങ്ങൾ അറിയാവുന്ന, നിന്റെ കണ്ണ് താണു പോകുന്നതും കണ്ണ് നിറയുന്നതും എല്ലാം അറിയാവുന്ന ഈശോയാണ്. കണ്ണീരല്ല, നീ രക്തക്കണ്ണീർ ഒഴുക്കിയത് അറിയാവുന്ന ഈശോ. ആ ഈശോയിലേക്ക് എല്ലാ വേദനയും കൊടുത്തേ. ക്രിസ്തുമസ് കാലം തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. പക്ഷേ ഈ 25 ദിവസങ്ങളും വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. നിങ്ങളുടെ വേദന ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ഈശോയുണ്ടെന്ന്, നിങ്ങളുടെ വേദനകൾ ഈശോയുടെ അടുത്ത് കൊടുക്കാൻ നിങ്ങൾക്കൊരു അമ്മയുണ്ടെന്ന് വിശ്വസിക്ക്. അത് തിരിച്ചറിയ്. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണേ എന്ന് ഈ സമയം നമ്മൾ പ്രാർത്ഥനാവരികളോട് ചേർന്ന് ഈശോയോട് ഈ പ്രാർത്ഥനകളെല്ലാം കൊടുക്കണം. നമ്മുടെ സങ്കടങ്ങൾ, വേദനകളെല്ലാം നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കണം. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്റെ അമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എൻ്റെ യാചന കേൾക്കണമേ. ഹൃദയം തുറന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, കണ്ണ് തുറന്ന് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേദനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ് ഈശോയെ, കണ്ണുനീരുകളെല്ലാം കാണണമേ. നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീർ വേദനകളെല്ലാം കാണണേ ഈശോയെ. എന്നോട് യാചന കേൾക്കണമേ, പ്രാർത്ഥന കേൾക്കണേ ഈശോയെ. സ്നേഹം നിറഞ്ഞ് ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എന്നോട് യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. സ്നേഹം നിറഞ്ഞ് ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എന്നോട് യാചന നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ് ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ
കണ്ണീരാൽ എന്നോട് യാചന കേൾക്കണമേ. ഈശോയെ, ഞങ്ങൾ നന്ദി പറയാണ് ഈ അമ്മയെ ഓർത്ത്. അങ്ങയുടെ വളർത്തുപിതാവായ യോസേപ്പ് പിതാവ് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളുടെ തിരുക്കുടുംബത്തിന്, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കാൻ കാവൽ നിൽക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഞങ്ങളുടെ വീട്ടിലെ ഇരുട്ടുകളെല്ലാം മാറ്റാൻ വെളിച്ചമായ ഒരു അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുമസ് നമുക്ക് തന്നത് ഉണ്ണീശോയെ മാത്രമല്ല, ഒരമ്മയെ കൂടിയാണ്. ഡിസംബർ 25-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നത് ഈശോ എന്ന ഉണ്ണീശോയുടെ, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണീശോയുടെ ജന്മദിനം മാത്രമല്ല, അമ്മയുടെ ജന്മദിനം കൂടിയാണ്. ഒരമ്മ ജനിച്ച ദിവസം കൂടിയാണ് അന്ന്. ഒരു വളർത്തുപിതാവ്, ഒരു പിതാവ് ജനിച്ച ദിവസം കൂടിയാണ്. ഒരു തിരുക്കുടുംബം ജന്മം കൊണ്ട ദിവസമാണ് ഡിസംബർ 25. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാണ്. ഈ വലിയ അനുഗ്രഹത്തിന്റെ ഈ 3-ാമത്തെ ദിവസം ദൈവം നമ്മോട് കൂടെ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. കർത്താവേ, തിരുക്കുടുംബത്തെ, ആ കുടുംബത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന ഏറെ പ്രത്യേകമായിട്ട് ദിവസം എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ ഞങ്ങൾക്ക് വേണ്ടി, അങ്ങയുടെ അമ്മ ഈശോയെ, ഈശോയെ അങ്ങ് അമ്മ എന്ന് വിളിച്ച അമ്മയെ ഞങ്ങൾക്കും അമ്മയെന്ന് വിളിക്കാൻ അങ്ങ് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയാം. ത്യാഗത്തോടെ നമുക്ക് പൊട്ടിന്മേലായിരിക്കാം. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തന്ന ആ സ്നേഹം, കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് മാത്രമല്ല, കാലിത്തൊഴുത്തിൽ കിടന്നുകൊണ്ടും ആ കുഞ്ഞുണ്ണീശോ നമുക്ക് തന്ന സ്നേഹമാണ്. എൻ്റെ അമ്മ നിന്റെ അമ്മയാണ്. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. കുരിശിൽ കിടന്നുകൊണ്ട് കേട്ട ആ വാക്ക്, കാലിത്തൊഴുത്തിൽ ആ കുഞ്ഞുണ്ണീശോ കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞു ശബ്ദത്തിൽ പറഞ്ഞ ആ വാക്കും ഒന്നാണ്, ഇതാ നിന്റെ അമ്മ. മുട്ടിന്മേലായിരിക്കാം. സ്നേഹത്തിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഇടത്ത് വശത്ത് വിശുദ്ധ യോസേപ്പ് പിതാവ്, വലതുവശത്ത് പരിശുദ്ധ അമ്മ, നമ്മുടെ കൺമുമ്പിൽ ഈശോ. നിങ്ങളുടെ കുടുംബത്തിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, ജോലി, പഠന മേഖല, എല്ലാ നിയോഗങ്ങളിലേക്കും ഈ തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യം ഈശോ ഇപ്പൊ തരികയാണ്. ഈശോയുടെ വലിയ ആശീർവാദം സ്വീകരിക്കാം. ഇതാ ഈശോ, സ്നേഹമായ ഈശോ. ആ സ്നേഹം ഒരമ്മയുടെ രൂപത്തിൽ നമുക്ക് തന്ന ഈശോ. മുട്ടിന്മേലാരതുകൊണ്ട്, കരങ്ങൾ കൊപ്പിപ്പിടിച്ചുകൊണ്ട്, കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ട് സ്തുതിച്ച് അവിടുത്തെ വലിയ സ്നേഹത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ദൈവ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. തിരുക്കുടുംബത്തിനമ്മേ നിന്നുണ്ണിയെ നൽകേണമേ. തിരുക്കുടുംബത്തിനമ്മേ നിന്നുണ്ണിയെ നൽകേണമേ. തിരുക്കുടുംബത്തിനമ്മേ പൊന്നുണ്ണിയെ നൽകേണമേ. തിരുക്കുടുംബത്തിനമ്മേ പൊന്നുണ്ണിയെ നൽകേണമേ. പൊന്നുണ്ണിയെ നൽകേണമേ. പുൽക്കൊടിയാമന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ